PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് എടുക്കുന്നത്. മാത്സ് 4th ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകൾ. അതിലെ പേജ് നമ്പർ 49-ലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അത് പറഞ്ഞിരുന്നു നിങ്ങളോടൊന്ന് വരച്ചു നോക്കാൻ. എല്ലാവരും വരച്ചു നോക്കിയിട്ടില്ലേ? നമ്മൾ ശരിയാണോ നോക്കാം. 2 രീതി ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇനി സുഖമായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. 2 രീതിയില് ഇവിടെ നമ്മൾ പറഞ്ഞത് 2 രീതിയാണ്. ഒന്നാമത്തെ രീതി മൈനസ് ചെയ്യാനായിട്ട് അല്ലെ. ഒന്നാമത്തെ രീതി മൈനസ് ചെയ്യാനും പിന്നത്തെ നമുക്ക് എന്താണ് കൂട്ടാനായിട്ട് 2 രീതിയിൽ. അപ്പൊ നമ്മൾ 2 രീതിയിലും വരയ്ക്കാൻ പോവാണ്. ഇവിടെ 2 രീതി എഴുതിയിട്ടുണ്ട്. 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ നമുക്ക് കിട്ടും √13. 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എങ്ങനെയാ കിട്ടിയത് നമ്മൾ കണ്ടുപിടിച്ചതല്ലേ. അപ്പൊ ഇനി നമ്മൾ ഈ ക്ലാസ് നമുക്ക് വരയ്ക്കാനാണ് പോകുന്നത്. എല്ലാവരും വരച്ചത് ശരിയാണോ നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് പ്ലസ് വെച്ച് ചെയ്യാൻ പോവാണ്. പ്ലസ് ഏത് വേണമെങ്കിലും ചെയ്യാട്ടോ. ആദ്യം പ്ലസോ മൈനസോ ഏത് എഴുതാനും കുഴപ്പമില്ല. ഇവിടെ 2ന്റെ സ്ക്വയർ, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 2ഉം ഈ വശങ്ങളാണ് അല്ലെ. 2, 3 ഏത് വേണമെങ്കിൽ ഇപ്പത്തെ 3ഉം ഇവിടെ 2 വേണമെങ്കിൽ എടുക്കാം. എങ്ങനെയായാലും 2, 3 എടുത്തു കഴിഞ്ഞാൽ ഈ വശം നമുക്ക് കിട്ടി √13. അടുത്ത റഫ് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ 2 എണ്ണം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഇതേതായിരിക്കും 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ 7ഉം ഇവിടെ 6ഉം കൊടുത്താൽ ഇത് എത്ര കിട്ടി? √13. ഇപ്പൊ 2 രീതിയിൽ നമ്മൾ വരച്ചില്ലേ. ഈ 2 ഇത് എഴുതി വെക്കാം. ഇത് 2 റഫ് ഫിഗേഴ്സ് വരച്ചു വെക്കാം കേട്ടോ. ഇനി നമ്മൾ വരയ്ക്കാൻ പോവാണ്. നോക്കാം എങ്ങനെയാ വരയ്ക്കാം. ആദ്യം പ്ലസിന്റെ ആദ്യം വരയ്ക്കണമെങ്കിൽ ആ സൈഡിലാണ് √13 വരുന്നത്. അപ്പൊ അപ്പുറത്ത് സ്ഥലം വേണം. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നീക്കി വരച്ചോ കേട്ടോ. ഏത് സൈഡിലാ സ്ക്വയർ വരെ നമ്മളൊന്ന് ഓർത്ത് നോക്കണം. കാരണം റഫ് ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്കറിയാം √13 ഇവിടെയാണ്. അപ്പൊ പിന്നെ ഇവിടെയല്ലേ നമ്മൾ സ്ക്വയർ വരയ്ക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഈ വശത്ത് വരയ്ക്കാം. കുറച്ചുകൂടി നീക്കി വരയ്ക്കാൻ നോട്ട്ബുക്കില് ഇവിടെ എത്ര സെന്റിമീറ്റർ എടുക്കാം? ഇത് 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ. ഇവിടെ 2 ആണ് എടുക്കണമെങ്കിൽ ഈ വശത്ത് 3 വേണം. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 2 എടുക്കാം. പക്ഷെ 2 എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കണം കേട്ടോ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശരിക്കും 90 ഡിഗ്രിയാണ്. ഓരോ കണക്കിലും പറയുന്നുണ്ട്. കാരണം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ശരിക്കും 90 ഡിഗ്രി തന്നെ വരയ്ക്കണം. ചെരിച്ചൊക്കെ വരച്ചാൽ നമ്മൾ ഉത്തരം തെറ്റിപ്പോകും കേട്ടോ. പടം തെറ്റിപ്പോകും. അപ്പൊ ഇത് നമുക്ക് 90 ഡിഗ്രി. അപ്പൊ ഇവിടെ ഈ 90 ഡിഗ്രിയുമ്പോൾ നമ്മൾ എത്ര സെന്റിമീറ്റർ അടയാളപ്പെടുത്താം? 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. ശരിയോ? അപ്പൊ ഇത് 2, ഇത് 3. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് നേരെ ഇവിടെ നിന്ന് ഇവിടേക്ക് നേരെ ഇത് വരയ്ക്കാം. അപ്പൊ ഈ വശം നമുക്ക് കിട്ടിയ എത്രയാണെന്ന്? √13. മനസ്സിലായില്ല എല്ലാവർക്കും? ഇനി നമ്മൾ എങ്ങനെയാ സ്ക്വയർ വരച്ചിട്ട് എല്ലാവരും നോക്കാം. ഇവിടെ നിന്ന് 90 ഡിഗ്രി, ഇവിടെ നിന്ന് 90 ഡിഗ്രി. ഞാൻ ഈ വരയ്ക്കണ പോലെ നിങ്ങൾ വരയ്ക്കരുത് കേട്ടോ. നിങ്ങൾ ശരിക്ക് പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി എടുക്കുക. വെറുതെ ഇങ്ങനെ വരച്ചോണം വരയ്ക്കരുത്. ഇവിടെ ശരിക്കും 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. എന്നിട്ട് ഈ അളവാണ് അളക്കാൻ പറഞ്ഞത്. ഇത് ഇവിടെയും വരച്ചു, ഇത് ഇവിടെയും വരച്ചു അല്ലെ. എന്നിട്ട് ഇതിന് യോജിപ്പിച്ചാൽ ദിസ് ഈസ് √3 വരണമെങ്കിൽ ഈ സൈഡ് എത്ര, ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ. കിട്ടിയില്ലേ? √3 കേട്ടോ. √13 ആണ്. √13 ആണ് സൈഡ്. അപ്പൊ അതിന്റെ ഏരിയ എത്രയാണ്? √13 ഇൻറ്റു √13 13. അപ്പൊ 13 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള ഏരിയ കിട്ടി. ഏരിയ 13 സെന്റിമീറ്റർ സ്ക്വയർ കേട്ടോ. വശമല്ല, വശം √13. ഇനി അടുത്ത് നമ്മൾ ഇത് 2 രീതിയിൽ നമുക്ക് വരയ്ക്കാൻ അറിയാം. 2 രീതിയിൽ നമ്മൾ വരയ്ക്കണം. ഇതും ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം 6 സെന്റിമീറ്റർ, സോറി ഇതിന്റെ ഈ സൈഡിലാണ് വേണ്ട. അപ്പൊ കുറച്ച് അങ്ങോട്ട് നീക്കി വരയ്ക്കാം കേട്ടോ. ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ എത്രയാണ്? 6 സെന്റിമീറ്റർ. എന്നിട്ട് ഇവിടെ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. ശരിക്ക് 90 ഡിഗ്രി വരയ്ക്കുക. ഇതിന്റെ അളവ് നമുക്ക് അറിയില്ല. ഇത് √13 ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യാന്ന് പറയുമ്പോ ഈ വശം നമുക്കറിയാം. അപ്പൊ ഇവിടെ നിന്ന് 7 സെന്റിമീറ്റർ ഇവിടെ കുത്തോ. ഈ 7 സെന്റിമീറ്റർ സ്കെയിലിൽ അളക്കാം. കോമ്പസിലേക്ക് കേട്ടോ. സ്കെയിൽ കൊണ്ട് വരയ്ക്കരുത്. സ്കെയിൽ നിന്ന് കോമ്പസിലേക്ക് അളന്നിട്ട് കോമ്പസില് ഈ 7 ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കാം. എന്നിട്ട് ഈ വശം ഇങ്ങോട്ട് യോജിപ്പിക്കാം. അപ്പൊ ഈ കിട്ടുന്ന വശമാണ് √13. കിട്ടിയില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ √13 സൈഡ് ആയിട്ടുള്ള √13 സൈഡ് ആയിട്ടുള്ള സ്ക്വയർ ആണ് വരയ്ക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 90 ഡിഗ്രി
പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് ശരിക്ക് 90 ഡിഗ്രി കേട്ടോ. ഇത് 90. എന്നിട്ട് ഈ 13 ഇവിടെയും അടയാളപ്പെടുത്താം. ഇവിടെയും അടയാളപ്പെടുത്തിയാൽ ഈ 3 സൈഡും √13. 13 അല്ല, √13. അപ്പൊ ഇത് √13, ഇത് √13, ഇവിടെയും √13. അപ്പൊ ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? 13 സെന്റിമീറ്റർ സ്ക്വയർ. എഴുതിയേക്കാട്ടോ രണ്ടിന്റെയും. ഇതിന്റെ ഏരിയ 13 സെന്റിമീറ്റർ സ്ക്വയർ, ഇതിന്റെ ഏരിയ 13 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ 13 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള 2 സ്ക്വയറുകൾ, സമചതുരങ്ങൾ നമുക്ക് വരയ്ക്കാൻ. ഇതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ. √2 വലുതും √3 ചെറുതുമായിട്ട് ചോദ്യം വായിച്ചു നോക്കാം എല്ലാവരും. ഇവിടെ പറയുന്നത് √2 വില നമുക്കറിയാം, ഇല്ലേ? പഠിച്ചതല്ലേ, ബൈഹാർട്ട് ചെയ്തതല്ലേ നമ്മള്? √2 വലുതും √3 ചെറുതുമായ 3 ഭിന്ന സംഖ്യകൾ, ഫ്രാക്ഷൻസ് ആണ്. Find the 3 fractions larger than √2 and less than √3. 3 എണ്ണാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇഷ്ടം പോലെ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. √2 വലുതും 3 larger than √2 and less than √3. √2 വലുതും ആയിരിക്കണം, √3 ചെറുതുമായിട്ടാണ്. ഇതിന്റെ ഉള്ളിലുള്ള 3 ഫ്രാക്ഷൻസ് എഴുതാൻ പറ്റുള്ളൂ. 3 എണ്ണേ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് എളുപ്പത്തില്ല. അല്ലെങ്കിൽ കുറെ എണ്ണം നമുക്ക് എഴുതാം. കാരണം √2 വില എഴുതാം. √2 വില എത്രയാ? 1.414 2 ഡെസിമൽ മതി കേട്ടോ. 1.41 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 1.73 അല്ലെ? ഇതിനിടയിലുള്ള ഈ രണ്ട് ആദ്യം ഇതിനെ ഫ്രാക്ഷൻസ് ആക്കാം. നമ്മൾ √2 വിലയും പറഞ്ഞു, √3 വിലയും നമ്മൾ പറഞ്ഞു തന്നിരുന്നതാണ്. അപ്പോ √2 വില നമ്മൾ പറഞ്ഞു 1.41, √3 വില 1.73 ആണ്. ഇനി ഇതിന്റെ ഫ്രാക്ഷൻ എങ്ങനെ എഴുതാം? 1.41 നമുക്ക് എഴുതാം 141/2 ഡെസിമൽ ആണ്, അതുകൊണ്ട് 2 0 100 അല്ലെ? ഇവിടെ നമുക്ക് 2 ഡെസിമലിന്റെ ഫ്രാക്ഷൻ ഫോം ആണ്. ഫ്രാക്ഷൻ എഴുതാൻ പറയണേ, അതുകൊണ്ട് ഡെസിമൽ രൂപത്തിനെ നമ്മൾ ഫ്രാക്ഷൻ. ആദ്യം നമ്മൾ ഇറാഷണൽ നമ്പേഴ്സിനെ ഡെസിമൽ ഫോമിലേക്ക് എഴുതി. ഈ ഡെസിമൽ ഫോമിനെ നമ്മൾ ഫ്രാക്ഷൻ ഫോമിലേക്ക് എഴുതുമ്പോ 173/100. 173/100 അല്ലെ 1.73. കാരണം 2 പോയിന്റ് ഇട്ട് കൊടുക്കും ഇങ്ങോട്ട്. 2 പോയിന്റ് ഉള്ളത് കൊണ്ടാണ് 100 കൊണ്ട് ഹരിച്ചത്. ശരിയേ? ഇതിനിടയിലുള്ള എത്ര സംഖ്യ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എന്ന് പറഞ്ഞാൽ 141/100 തുടങ്ങി 142/100, 143/100, 145 അങ്ങനെ ഒരു 172 വരെ എഴുതാം അല്ലെ? അപ്പൊ നമുക്ക് എവിടെ തുടങ്ങി എവിടത്തോളം വരെ എഴുതാം? 142/100 തുടങ്ങി ഏത് വേണമെങ്കിലും എഴുതാം 172/100. 173 ആവാൻ പാടില്ല കേട്ടോ. 173 ആയ √3 ആയി, 141 ആയ √2 ആയി. അപ്പൊ √2 വലുതും വേണം, √3 ചെറുതും വേണം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ്. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. പക്ഷെ ഇനി ഒന്നുകൂടി എളുപ്പത്തിൽ ചെറുതാക്കണം. ഇത് ചെറുതാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലെ? പിന്നെ വീണ്ടും ഡെസിമലാവും അല്ലെങ്കിൽ ഹരിക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ അതിനൊന്നുകൂടി ചെറുതാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 1.41 എന്ന് നമുക്ക് ഒരു ഡെസിമലിന് എടുക്കാം അല്ലെ? 1.4 ഇവിടെ എത്രയാണ്? 1.7. അപ്പൊ 1.41 എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത സംഖ്യ എടുക്കാം 1.5 എടുത്തൂടെ? പിന്നെ എടുക്കാൻ എത്ര എടുക്കാം? 1.6 എടുക്കാം. പിന്നത്തെ നമുക്ക് എടുക്കാം 1.7 എടുക്കാം ഇവിടെ. കാരണം 1.7 കഴിഞ്ഞിട്ട് 3 ഉണ്ട്. 1.73 ആണ്. നമ്മളിപ്പോ ഒരു വര വരയ്ക്കുമ്പോ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 1.7 ആണെങ്കിൽ പിന്നത്തെ എന്താണ്? 1 2 3 ഇത് കൂടി ചെയ്യുമ്പോഴാണ് 1.73 ആവുന്നത്. അപ്പോ 1.73ന്റെ ഉള്ളിലല്ലേ 1.7 വരുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 1.7 എടുക്കാം. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പം ഇങ്ങനത്തെ 3 സംഖ്യകൾ എടുക്കുന്നത്. ഇതാണ് സ്കൂളിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇത് ചെയ്യാട്ടോ. കാരണം 141/100 ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? √2 വില കൺഫ്യൂഷൻ വരെ എടുത്തിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. √2 വില 1.41, √3 വില എത്രയാണ്? 1.73 ആണ്. അപ്പൊ അതിനെ ആദ്യം തന്നെ നമ്മൾ ഡെസിമൽ ഫോമിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റി. 141/100 173/100 ആണ്. ഇനി അതിന്റെ ഇടയിലുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ 141 കഴിഞ്ഞിട്ടുള്ളത്. 142/100 എഴുതാം, 143/100, 144/100, 145 തുടങ്ങി 172/100 വരെ ഏത് സംഖ്യ വേണമെങ്കിലും എഴുതാം. എത്ര സംഖ്യ പറഞ്ഞാലും എഴുതാം. പക്ഷെ ഇവിടെ 3 ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ എളുപ്പവഴി പറഞ്ഞത്.
മൂന്നെണ്ണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മൂന്നെണ്ണം എഴുതുന്നത് എളുപ്പം. കാരണം 1.41 എന്ന് പറഞ്ഞാൽ 1.4 കഴിഞ്ഞിട്ടുള്ളത് പിന്നെ 1.5 ആണ്. നമ്മൾ പോയിന്റ് 1.2.3 ആ ചെറിയ പോയിന്റിലേക്ക് പോകാതെ നമ്മൾ ഒരു ദശാംശത്തിന് ശരിയാക്കുമ്പോൾ ഇത് 1.4നും 1.7നും അല്ലേ? അപ്പൊ 1.5 എടുത്തു, 1.6 എടുത്തു. ഇവിടെ 1.7 എടുക്കാം, കാരണം 7 3 ഉണ്ട് പോടില്ലേ. അപ്പൊ 1.7 എടുത്തു. അപ്പൊ ഇനി അതിനെ ഡെസിമൽ ആക്കുമ്പോ എങ്ങനെ എഴുതാം? 15/10, 16/10, 17/10. കിട്ടിയോ? ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ചെറുതാക്കാം. പക്ഷെ നിങ്ങൾ ഇത്ര എഴുതിയാലും മതി, 15/10. ഇനി അത് ഒന്നും കൂടി ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കി തരാം. 15/10 എത്ര പ്രാവശ്യം? 1 10. ബാക്കി എത്രയാണ്? 5 അല്ലേ? അപ്പൊ നമ്മളത് എങ്ങനെ എഴുതാം? എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്നത്? ഇവിടെ ഡെസിമൽ ഫോമിലേക്ക് എഴുതുന്ന സമയത്ത് 10 1/5 വരുന്നത് അല്ലേ? അല്ല സോറി, നമുക്ക് ഇതിനെ ഡെസിമലിലേക്ക് ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് നമ്മൾ ആക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഉത്തരം എത്രയാണ്? ഉത്തരം ഇവിടെ 1 എത്രയാണ്? 5/10 അല്ലെ? 1 5/10 കിട്ടിയോ? ഇത് നമുക്ക് ഒന്നും കൂടി ചെറുതാക്കാം. ഇവിടെ എത്രയാണ് കിട്ടുന്നത്? 5/10 വെട്ടി ചെറുതാക്കി 2. അപ്പൊ 1 1/2. ആദ്യത്തെ സംഖ്യ കിട്ടി, ഒന്നാമത്തെ സംഖ്യ. ഇനി രണ്ടാമത്തെ സംഖ്യ 16 വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം. 16 10 കൊണ്ട് അല്ലേ? അപ്പൊ എത്ര കിട്ടുന്നത്? 1 10 ബാക്കി 6. ഇവിടെ നമുക്ക് എഴുതാൻ എങ്ങനെ എഴുതാം? 1 6/10. 6/10 നമുക്ക് പകുതിയാക്കി കൂടെ? എത്രയാ? 3/5. അപ്പൊ നമുക്ക് കിട്ടിയ എത്രയാണ്? 1 3/5. ഇനി വീണ്ടും 17/10. 17/10 വരുമ്പോ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. 1 7/10 ആണ് അല്ലെ? അതിനെ വെട്ടി കുറയ്ക്കാൻ നമുക്കില്ല, അതുകൊണ്ട് 1 7/10. അപ്പൊ 3 നമ്പേഴ്സ് കിട്ടി. √2നും √3നും ഇടയിലുള്ള സംഖ്യകള് 2 രീതിയിൽ ഞാൻ പറഞ്ഞു കേട്ടോ. ഒന്നില്ലെങ്കിൽ 141/100നും 173/100നും ഇടയിലുള്ള സംഖ്യകളൊക്കെ എഴുതാം. 141/100 173/100നും ഇടയിലുള്ള സംഖ്യകള് നമുക്ക് എഴുതാം. അതല്ലെങ്കിൽ ഇവിടെ 3 സംഖ്യ വന്നതുകൊണ്ട് നമുക്ക് ശരിക്കും പെർഫെക്റ്റ് നമ്പേഴ്സിലേക്ക് പോകാം. വീണ്ടും ഡെസിമലിലേക്ക് ആക്കണ്ട. 1.4 കഴിഞ്ഞാൽ 1.5 1.6 1.7. 1.4 എടുക്കില്ല കേട്ടോ, കാരണം 1.4നേക്കാൾ വലുതാണ്. 1.41 വരെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ളതേ പറ്റുള്ളൂ. അപ്പൊ അത് പറ്റില്ല. ഇവിടെ 1.73 ഉണ്ട്, അപ്പൊ അത് അങ്ങോട്ട് പോകുമ്പോ 3 കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് അതുകൊണ്ട് അവിടെ 1.7 എടുക്കാം. മനസ്സിലായില്ലേ? ഇത് അത് ഇത്ര വരെ ചെയ്താലും മതി കേട്ടോ. 15 1.5 1.6 1.7നെ നമ്മൾ ഫ്രാക്ഷൻ ഫോമിലേക്ക് ആകുമ്പോൾ 15/10 16/10 17/10 ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി ഒന്നും കൂടി നമുക്ക് ചെറുതാക്കണമെങ്കിലാണ് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കി. ചെറുതാക്കുമ്പോ കിട്ടി 1 1/2. ഇതിന് 1 3/5. ഇത് 1 7/10 കിട്ടിയേ? ഇതാണ് 3 നമ്പേഴ്സ്. ഇനി അടുത്ത കണക്ക്. ഇനി അടുത്ത കഴിഞ്ഞിട്ടോ കണക്കുകള്. നമ്മൾ അടുത്ത ടോപ്പിക് എഴുതി വെക്കാം, എഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. എന്താണ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ? നമ്മളിപ്പോ √2 √3ന്റെ ഒക്കെ വിലകൾ കണ്ടു. ഇനി √2ഉം √3ഉം ഒക്കെ കൂട്ടാൻ നമുക്ക് കൂട്ടലും കുറയ്ക്കലും എഴുതി വെക്കാം. ടോപ്പിക് കൂട്ടലും കുറയ്ക്കലും, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ് റൂട്ടുകൾ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതിൽ എഴുതി വെക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടോപ്പിക് എഴുതിയില്ല എല്ലാവരും? നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്, സബ്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. റൂട്ടുകളുടെ വിലകൾ നമുക്കറിയാം. √2ന്റെ വിലയും നമുക്കറിയാം, √3ന്റെ വില അറിയാം, √5ന്റെ വിലയും ഞാൻ പറഞ്ഞു തന്നു അല്ലെ? 3 പഠിക്കാൻ പറഞ്ഞില്ലേ? എന്താ √2ന്റെ വില? 1.41 ആണ്. √3ന്റെ വില 1.73 ആണ്. √5ന്റെ വില 2.23 നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അടുത്ത് നമുക്കുള്ളത് ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിനെ നോക്കാം. What is the area of the right triangle with the length of the perpendicular side 1 meter and the perimeter കാണാൻ തന്നിട്ടുണ്ട് കേട്ടോ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഒരു വട്ട ത്രികോണം
സോറി, മലയാള മീഡിയത്തിന്റെ ചോദ്യം വായിച്ചില്ല. മലയാള മീഡിയത്തിലും ഇത് തന്നെയാണ് ചോദ്യം. ലംബവശങ്ങളുടെ നീളം 1 മീറ്ററും ലംബവശങ്ങളുടെ നീളം 1 മീറ്ററായ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണെന്ന്. ചുറ്റളവ് എത്രയാണ്? പരപ്പളവും ചോദിച്ചിട്ടുണ്ട്, ചുറ്റളവ്. ലംബവശങ്ങൾ പെർപെൻഡിക്കുലർ സൈഡ്സ് 1 ആണ് എങ്കിൽ അതിന്റെ ഏരിയ എത്രയായിരിക്കും? ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? ഇത് 1 ആണ്, ഇത് 1 ആണെങ്കിൽ ഈ സൈഡ് നമുക്ക് അറിയാം. എത്രയാ റേഷ്യോ അറിയില്ലേ? 1:1/√2 ആണ്. നമ്മൾ റേഷ്യോ പഠിച്ചു കഴിഞ്ഞതാണ്. 1:1/√2 ആണ്. പക്ഷെ ആദ്യത്തെ ചോദ്യം നമ്മളോട് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ കാണണമെങ്കിൽ എന്താ ചെയ്യുന്നത്? ഏരിയ ഹാഫ് ബി ഇൻറ്റു എച്ച്. 1 ഇൻറ്റു ബേസ് 1 ആണ്, എച്ച് 1 ആണ്. അപ്പൊ 1 ഇൻറ്റു 1 1 ആണ്. അപ്പൊ അതിന്റെ ഏരിയ എത്രയാ? 1/2 അല്ലേ? ഇതിന്റെ ഏരിയ 1/2 സ്ക്വയർ സെന്റിമീറ്റർ. ആൻഡ് വാട്ട് ഈസ് ദ പെരിമീറ്റർ? പെരിമീറ്റർ എത്രയായിരിക്കും? ഇതിന്റെ പെരിമീറ്റർ കാണണമെങ്കിൽ ഈ 3 വശങ്ങളും കൂടി കൂട്ടാം. അപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു എന്ന് എഴുതാട്ടോ എല്ലാവരും. ഏരിയ പരപ്പളവ്. പരപ്പളവ് എങ്ങനെയാ കാണാം? ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ, ട്രയാങ്കിളിന്റെ പരപ്പളവ് കാണാനുള്ള ഫോർമുലയാണ് ഹാഫ് ബി ഇൻറ്റു എച്ച് ആണ് അല്ലെ? ഇനി ഇതിന്റെ ചുറ്റളവ് കാണാൻ, പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എന്താ? പെരിമീറ്റർ കാണാനായിട്ട് ഇത് 3 കൂടി കൂട്ടിയാൽ പോലെ. അപ്പൊ എന്താ ചെയ്യാം? പെരിമീറ്റർ ചുറ്റളവ് 1 + 1 + √2 ആണ്. 1 + 1 + √2 കിട്ടിയോ? അപ്പൊ 1 + 1 നമുക്ക് കൂട്ടാം. 2 + √2. നമുക്ക് ഇങ്ങനെ ഇട്ടാലും മതി. പക്ഷെ നമ്മൾ ഇപ്പൊ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് √2ന്റെ വില അറിയാം. അതുകൊണ്ട് വില ഇട്ടുകൊണ്ട് നമ്മൾ അഡീഷൻ ഓഫ് ദിസ് അല്ലെ, ദിസ് ന്യൂ നമ്പറിന്റെ അഡീഷൻ ആണ് നമ്മൾ ചെയ്യണേ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ 2 + √2 ഇടുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു √2ന്റെ വില. √2ന്റെ വില എത്രയാണ്? 1.41 ആണ് അല്ലെ? ഈ 2 ഇവിടെ ഇറക്കിയിട്ടു √2ന്റെ വില. ഇനി ഇത് കൂട്ടണത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. എങ്ങനെയാ കൂട്ടാൻ നോക്കാം? ആദ്യത്തെ 2 ഇട്ടു. താഴെ ഇടുന്നത് എങ്ങനെയാ? പോയിന്റ് ഉണ്ട്, 2 പോയിന്റ് ഉണ്ട്. അപ്പൊ ഇതിന് പോയിന്റ് ഇല്ല. അപ്പൊ നമ്മൾ വെറുതെ 0 ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ പോയിന്റിന്റെ നേർക്കാണ് ഇടുന്നുള്ളൂ കേട്ടോ. 1.41 ആഡ് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മതി. പോയിന്റ് വരുമ്പോ 2 ഇട്ടിട്ട് നമ്മള് 2.0 ഇടണം. കാരണം നേരെ കൂട്ടാൻ. അപ്പൊ ഇത് ഏതാ നോക്കി കൂട്ടുമ്പോ 1 4 ഇവിടെ 3. അപ്പൊ ഉത്തരം എത്ര കിട്ടി? പെരിമീറ്റർ. പെരിമീറ്റർ ചുറ്റളവ് ഈസ് ഈക്വൽ ടു 3.41 സെന്റിമീറ്റർ. പെരിമീറ്റർ വരുമ്പോ സെന്റിമീറ്റർ ആണ്. ഏരിയ വരുമ്പോ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ. കിട്ടിയില്ലേ 2 ഉത്തരങ്ങളും? അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടു. ഏരിയ കാണാനുള്ള ഫോർമുല, ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്ന് എഴുതി വെക്കിട്ടോ. ഹാഫ് ബി ഇൻറ്റു എച്ച് ആണ്. നമ്മൾ ഹാഫ് ബി ഇൻറ്റു എച്ച് വരുമ്പോ നമുക്ക് കിട്ടിയ ഹാഫ് സെന്റിമീറ്റർ സ്ക്വയർ. ഇനി പെരിമീറ്റർ കാണാൻ നമുക്ക് കിട്ടിയ എത്രയാണ്? പെരിമീറ്റർ കാണാൻ ഈ 3 വശങ്ങളും കൂടി കൂട്ടി, ഈ 3 വശങ്ങളും കൂടി കൂട്ടിയപ്പോ നമുക്ക് കിട്ടിയ എത്രയാണ്? 2 + √2. ഈ √2ന്റെ വില നമ്മൾ ഇട്ട് കൊടുത്തു 1.41. അപ്പൊ നമുക്ക് കിട്ടി 3.41 സെന്റിമീറ്റർ. അവിടെ എഴുതിയിട്ട് വരുമ്പോഴാണ് സെന്റിമീറ്റർ സ്ക്വയർ. പെരിമീറ്ററിന് നമ്മൾ സെന്റിമീറ്റർ ഇടുള്ളൂ. ഇനി അടുത്ത നമുക്ക് കണക്കുകള് തുടങ്ങുന്നത് പേജ് നമ്പർ 52 കണക്കുകളാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത കണക്കുകൾ തുടങ്ങി പേജ് നമ്പർ 52 കണക്കുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം. ഓക്കെ.